ഇത് ഒരു സാധാരണ വാർത്തയല്ല. ഇതൊരു മുന്നറിയിപ്പാണ്. ലോകരാഷ്ട്രീയത്തെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ ചർച്ച ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇതിനകം തന്നെ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഉയർന്നുവരുന്ന ഒരു പേരാണ് ഈ സംഘർഷത്തെ കൂടുതൽ ചൂടേകുന്നത്: ഏഞ്ചൽ ഓഫ് ഡെത്ത്. അതെ, ആ പേരിനു പിന്നിൽ പറയപ്പെടുന്ന മനുഷ്യൻ അബു അസ്രായേൽ. പേരുകേട്ടാൽ പോലും പലർക്കും ഒരു ഭയം തോന്നുന്ന ഒരു ഇമേജ്. യുദ്ധഭൂമിയിലിറങ്ങുമ്പോൾ ഒരു കൊടുങ്കാറ്റുപോലെ മുന്നേറുന്ന ഒരു യോദ്ധാവെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി. ഭയമില്ല, പിന്മാറ്റമില്ല, മുന്നിൽ കാണുന്നത് വിജയം മാത്രമെന്ന തരത്തിലുള്ള കഥകളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായി പ്രചരിക്കുന്നത്. അതുകൊണ്ടുതന്നെയാണ് ചിലർ ഇദ്ദേഹത്തെ ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു നിമിഷം നമുക്ക് നിൽക്കണം. നമുക്ക് കേൾക്കുന്ന എല്ലാ കഥകളും പൂർണ്ണമായ സത്യമാണോ? അല്ലെങ്കിൽ അവയിൽ ചിലത് അതിശയോക്തിയും പ്രചാരണവും ചേർന്നതാണോ? കാരണം യുദ്ധകാലങ്ങളിൽ കഥകൾ വേഗത്തിൽ മാറും, ശക്തമാകും, ചിലപ്പോൾ യാഥാർത്ഥ്യത്തേക്കാൾ വലുതായി തോന്നിക്കും. ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്ത എന്തെന്നാൽ ഇദ്ദേഹം ഇറാനെ മുന്നിൽ നിന്ന് നയിക്കാൻ വരുന്നു എന്നതാണ്. ഇത് ശരിയാണോ, അല്ലെങ്കിൽ വെറും പ്രചാരണമോ? അതിന് വ്യക്തമായ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ഇത്തരത്തിലുള്ള ഒരു പേരിന്റെ ചർച്ച മാത്രം പോലും യുദ്ധത്തിന്റെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും. ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തികളിലൊന്നാണ്. ടെക്നോളജി, ഇന്റലിജൻസ്, സ്ട്രാറ്റജി എല്ലാം അത്യുന്നത നിലയിൽ. എന്നാൽ യുദ്ധമെന്നത് ആയുധങ്ങളുടെ പോരാട്ടം മാത്രമല്ല, അത് മനസ്സുകളുടെ പോരാട്ടമാണ്, ആത്മവിശ്വാസത്തിന്റെ പോരാട്ടമാണ്. ഭയം ആരുടെ മനസ്സിൽ കൂടുതലായി ഉണ്ടാകുന്നുവെന്നതും യുദ്ധത്തിന്റെ ദിശ മാറ്റും. അവിടെയാണ് ഇത്തരത്തിലുള്ള സിംബോളിക് ഫിഗേഴ്സ് പ്രാധാന്യമാകുന്നത്. ഒരാൾ നേരിട്ട് യുദ്ധത്തിൽ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നതുപോലും ചിലപ്പോൾ അത്ര പ്രധാനമല്ല. ആ പേരിന്റെ സ്വാധീനം, ആ പേരിനോട് ചേർന്ന കഥകൾ, അതാണ് സൈനികരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം. അബു അസ്രായേൽ എന്ന പേര് പല യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുള്ളതാണ്. ചിലത് സത്യമായിരിക്കാം, ചിലത് അതിശയോക്തിയാകാം. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്: ഇദ്ദേഹം ഒരു സിംബലായി മാറിയിട്ടുണ്ട്. ഭയത്തിന്റെ, ആക്രോശത്തിന്റെ, യുദ്ധമനോഭാവത്തിന്റെ ഒരു പ്രതീകമായി. ഇപ്പോൾ ചിന്തിച്ചു നോക്കൂ, ഇത്തരമൊരു വ്യക്തി ഒരു രാജ്യത്തെ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്ന് ലോകം വിശ്വസിച്ചാൽ അത് സൈനികരുടെ ആത്മവിശ്വാസമുയർത്തും. നമ്മൾ ജയിക്കും എന്ന വിശ്വാസം ശക്തമാകും. അതേസമയം എതിർപക്ഷത്തിന്റെ മനസ്സിൽ ഒരു സംശയം കടന്നുവരും: ഇതെളുപ്പമാകില്ല എന്നൊരു തോന്നൽ. അതാണ് യുദ്ധത്തിലെ ആദ്യത്തെ വിജയഘട്ടം. പക്ഷേ യുദ്ധമെന്നത് ഒരു വീഡിയോ ഗെയിമല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടെ തോറ്റാൽ റീസ്റ്റാർട്ടില്ല. ഇവിടെ ഓരോ തീരുമാനവും മനുഷ്യരുടെ ജീവിതങ്ങളെ ബാധിക്കും. ഓരോ നീക്കവും കുടുംബങ്ങളെ തകർക്കും. ഓരോ ആക്രമണവും അനവധി സ്വപ്നങ്ങളെ അവസാനിപ്പിക്കും. അതിനാൽ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം: സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന പല കഥകളും, പല പേരുകളും, പല വിശേഷണങ്ങളും പലപ്പോഴും ഒരു ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് യാഥാർത്ഥ്യ ശക്തിയേക്കാൾ വലുതായി തോന്നിക്കാൻ, അല്ലെങ്കിൽ എതിർപക്ഷത്തെ ഭയപ്പെടുത്താൻ. ഇതിനെ തന്നെയാണ് സൈക്കോളജിക്കൽ വാർഫെയർ എന്ന് പറയുന്നത്. തോക്കുകളും മിസൈലുകളും ഉപയോഗിക്കുന്നതിന് മുൻപ് മനസ്സുകളെ സ്വാധീനിക്കാൻ നടത്തുന്ന യുദ്ധം. അവിടെയാണ് ഇത്തരത്തിലുള്ള പേരുകൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നത്. ഇപ്പോൾ ലോകം നോക്കി നിൽക്കുകയാണ്. ഇറാൻ എന്തു ചെയ്യും? ഇസ്രായേൽ എന്ത് മറുപടി നൽകും? ഈ സംഘർഷം എത്രത്തോളം പോകും? ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറുമോ, അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ തന്നെ നിൽക്കുമോ? പക്ഷെ നമുക്ക് മറക്കാൻ പാടില്ലാത്ത ഒരു സത്യമുണ്ട്: യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല, അതൊരു അവസാന മാർഗം മാത്രമാണ്. അതിന്റെ ഫലം എല്ലായ്പ്പോഴും നാശം തന്നെയാണ്. ജീവിതങ്ങൾ നഷ്ടപ്പെടും, കുട്ടികൾ മാതാപിതാക്കളെ നഷ്ടപ്പെടും, കുടുംബങ്ങൾ തകർന്നുപോകും, നഗരങ്ങൾ ശൂന്യമാകും, സ്വപ്നങ്ങൾ അവസാനിപ്പിക്കും, ഒരു തലമുറയുടെ ഭാവി തന്നെ മാറിപ്പോകും. അതിനാൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കാണുമ്പോൾ നാം ആവേശപ്പെടുന്നതിനു മുൻപ് ഒരു നിമിഷം നമുക്ക് നിൽക്കാം, ചിന്തിക്കാം: ഇത് സത്യമാണോ? ഇതിന്റെ ഉറവിടമെന്താണ്? ഇതിന്റെ പ്രഭാവമെന്താകും? കാരണം സത്യവും പ്രചാരണവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്, പ്രത്യേകിച്ച് യുദ്ധം പോലുള്ള വിഷയങ്ങളിൽ. ഇതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകുമോ, അല്ലെങ്കിൽ വെറുമൊരു വൈറൽ കഥയായി മാത്രം അവസാനിക്കുമോ? അതിനുത്തരം പറയാൻ കഴിയുന്നത് സമയം മാത്രമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: ലോകമിപ്പോൾ നോക്കി നിൽക്കുകയാണ്. ഓരോ നീക്കവും ശ്രദ്ധിച്ച്, ഓരോ വാർത്തയും വിലയിരുത്തി എന്ത് സംഭവിക്കും എന്ന് കാത്തിരിക്കുന്നു. അടുത്ത ദിവസങ്ങൾ വളരെ നിർണായകമായിരിക്കാം. ചരിത്രമെഴുതപ്പെടുന്ന നിമിഷങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇതെല്ലാം വെറുമൊരു വലിയ പ്രചാരണമാകാം. ഉത്തരം
വരാനിരിക്കുന്ന സമയത്തിലാണ്.